വെൽക്കം ബാക്ക് ടു ദി ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ബുക്സ് എന്ന പോയമാണ്. നമുക്ക് ആ പോയം ഒന്ന് പഠിക്കാം കേട്ടോ. Come in, said the library door. I opened it wide and saw the books galore. Tall, skinny books up high on the shelves. Little fat books that stood by themselves. I opened one up and sat down to look. The pictures told stories. What a wonderful book. ഇതാണ് പോയം. നമുക്കിതിൻ്റെ അർത്ഥമൊക്കെ ഒന്ന് പഠിക്കണ്ടേ? നോക്കിക്കേ. കമിൻ ഉള്ളിലേക്ക് വരൂ. സെറ്റ് ദ ലൈബ്രറി ഡോർ. അതാ പറഞ്ഞത്, ലൈബ്രറിയുടെ വാതിലാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. ഐ ഓപ്പൺഡ് ഇറ്റ് വൈറ്റ്. ഞാനത് മലർക്ക തുറന്നു. ഞാനത് നന്നായി മലർക്ക തുറന്നു. ആൻഡ് സോ ദ ബുക്സ് ഗലോർ. എന്നിട്ട് എന്ത് കണ്ടു? ഐ സോ എ ഗ്രേറ്റ് നമ്പർ ഓഫ് ബുക്സ്. വളരെയധികം ബുക്ക്. ഗലോർ മീൻസ് എ ലാർജ് നമ്പർ ഓഫ്, എ ഗ്രേറ്റ് നമ്പർ ഓഫ്, വളരെയധികം. എങ്ങനത്തെ ബുക്കുകളാണ് നോക്കിയേ? ടോൾ സ്കിന്നി ബുക്സ്. മെലിഞ്ഞ് ഉയരം കൂടിയ ബുക്കുകളുണ്ടായിരുന്നു. ടോൾ സ്കിന്നി ബുക്സ്, മെലിഞ്ഞ ഉയരം കൂടിയ ബുക്കുകൾ. അപ്പ് ഹൈ ഓൺ ദ ഷെൽഫ്. ഷെൽഫിൽ നല്ല ഉയരമുള്ള ഭാഗത്താണ് ഇരിക്കുന്നത്. അപ്പ് ഹൈ ഓൺ ദ ഷെൽഫ്. ലിറ്റിൽ ഫാറ്റ് ബുക്സ്. ചെറിയ വണ്ണം കൂടിയ തടിയ ബുക്കുകളുണ്ട്. ദേ സ്റ്റുഡ് ദംസെൽസ്. അവ സ്വയം അങ്ങനെ നിന്നു. നല്ല തടിയനായതുകൊണ്ടേ അവർക്ക് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ദേ സ്റ്റുഡ് ബൈ ദംസെൽസ്. ഐ ഓപ്പൺ വൺ അപ്പ്. ഞാൻ ഒരെണ്ണം എടുത്ത് തുറന്നു നോക്കി. ആൻഡ് സാറ്റ് ഡൗൺ ടു ലുക്ക്. ഞാൻ അത് നോക്കാൻ വേണ്ടി അവിടെ ഇരുന്നു. ദി പിക്ചേഴ്സ് ടോൾഡ് സ്റ്റോറീസ്. ചിത്രങ്ങളെല്ലാം കഥകൾ പറയുന്നുണ്ടായിരുന്നു. വാട്ട് എ വണ്ടർഫുൾ ബുക്ക്. എത്ര അത്ഭുതകരമായ ബുക്ക്. ഇതൊരു രസകരമായ കവിതയാണ്. ഇത് നിങ്ങൾക്ക് ഈണത്തെ ചൊല്ലിയാൽ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ചെറിയ പോയമല്ലേ. ഇനി നമുക്ക് ഇതിലെ ന്യൂ വേർഡ്സൊക്കെ നോക്കാം. ലൈബ്രറി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥശാല, പുസ്തകശാല എന്നൊക്കെയാണ് അർത്ഥം. വൈറ്റ്, പരക്കെ. ഓപ്പൺഡ് വൈഡ് എന്ന് പറഞ്ഞാൽ പരക്കെ തുറന്നു, വിസ്തൃതമായി തുറന്നു എന്നൊക്കെയാണ് അർത്ഥം. സ്കിന്നി മീൻസ് മെലിഞ്ഞ. ഷെൽഫ് അറിയാമല്ലോ, തട്ടുകളാണ്. അടുത്തത് റീഡിങ് ഈസ് ഫൺ. 1. വാട്ട് ഡിഡ് ദ ലൈബ്രറി ഡോർ സേ? ദ ലൈബ്രറി ഡോർ ഷട്ട്. കമിൻ. എന്താ പറഞ്ഞത്? ദ ലൈബ്രറി ഡോർ സെറ്റ് കമിൻ എന്നാണ് ഉത്തരം. 2. വാട്ട് ഡിഡ് ദ ബുക്സ് ഇൻ ദ ലൈബ്രറി ലുക്ക് ലൈക്ക്? സം ബുക്സ് ആർ ടോൾ ആൻഡ് സം ആർ ലിറ്റിൽ ഫാറ്റ്. അതാ. 3. വൈ ഡിഡ് ദ ചൈൽഡ് ഇൻ ദ പോയം ലൈക്ക് ലുക്കിംഗ് അറ്റ് ദ പിക്ചേഴ്സ്? Why did the child in the poem like looking at the pictures? Answer. The child in the poem liked looking at the pictures because they told stories. അടുത്തത്, let us listen. നമുക്കൊന്ന് കാതോർക്കാം, നമുക്കൊന്ന് കേൾക്കാം. ലിസൺ ടു ദ വേർഡ്സ്. ഈ വാക്കുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേ. കമിൻ. ആ വാക്കുകൾ എന്താണ്? കടന്നു വരൂ. സ്വാഗതം ആശംസിക്കുകയാണ്, സ്വാഗതം പറയുകയാണ് അല്ലേ. അടുത്ത് ഗോ ഔട്ട്. പുറത്തേക്ക് പോകൂ. വാട്ട് വേർഡ് സൈൻസ് ഹാവ് യു സീൻ ഓർ ഹേർഡ്? ഇതുപോലെ വേർഡ് സൈൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഏതൊക്കെയാണ് കേട്ടിരിക്കുന്നത്? അറ്റ് ഹോം, വീട്ടിൽ. വെൽക്കം എന്ന വാക്ക് നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് അറ്റ് ദ വെജിറ്റബിൾ ഷോപ്പ്. വെജിറ്റബിൾ ഷോപ്പിൽ എന്തായിരിക്കും? ഡോണ്ട് ബാർഗെയിൻ, വില പേശരുതെന്ന് ചിലപ്പോൾ എഴുതി വെച്ചിരിക്കാം. അറ്റ് ദ ലൈബ്രറി സൈലൻസ് പ്ലീസ് എന്ന് പറയാം. അത് ഡോക്ടേഴ്സ് പ്ലേസ്, ഡോക്ടർ ഇരിക്കുന്ന സ്ഥലത്ത് ഡോക്ടർ ഈസ് ഇൻ, ഡോക്ടർ ഈസ് ഔട്ട് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അറ്റ് ദ ബസ് സ്റ്റോപ്പ് പ്ലീസ് ക്യൂ അപ്പ്. ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെയാണ് പ്ലീസ് ക്യൂ അപ്പ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ്. അതൊരു സൈൻ വേർഡാണ്. അറ്റ് ദി ടോയ് ഷോപ്പ് മേ ഐ ഹെൽപ്പ് യു എന്ന് കാണാം. സാധനമൊക്കെ എടുത്തു തരട്ടെ എന്നാണ്. അടുത്തത് ലെറ്റ് us ടോക്ക്. നമുക്ക് സംസാരിക്കാം. ഡു യു ലൈക്ക് റീഡിങ് സ്റ്റോറി ബുക്സ്? എൻ്റെ ഉത്തരം യെസ്, ഐ ലൈക്ക്
റീഡിങ് സ്റ്റോറി ബുക്സ്. അതാ ഉത്തരം. യെസ്, ഐ ലൈക്ക് റീഡിങ് സ്റ്റോറി ബുക്സ്. എനിക്ക് കഥപുസ്തകം വായിക്കുന്നത് ഇഷ്ടമാണ്. അതെല്ലാ കുട്ടികൾക്കും ഇഷ്ടമാണ്. അപ്പം നമ്മൾ എന്താ എഴുതുക? യെസ്, ഐ ലൈക്ക് റീഡിങ് സ്റ്റോറി ബുക്സ്. ഇനി രണ്ടാമത്തത്, വാട്ട് കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ഡു യു ലൈക്ക്? എന്തൊക്കെ സ്റ്റോറീസ് ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്? ഐ ലൈക്ക് പിക്ചർ സ്റ്റോറി ബുക്സ്. പടമുള്ള സ്റ്റോറി ബുക്സ് ഇഷ്ടമല്ലേ? ആൻഡ് ചിൽഡ്രൻസ് സ്റ്റോറി ബുക്ക്. ദ വേർഡ് ഗലോർ മീൻസ് ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്. ഗലോർ എന്ന് പറഞ്ഞാൽ ഇൻ ഗ്രേറ്റ് നമ്പേഴ്സ്, വളരെയധികം. ഡു യു ഓൾസോ ഹാവ് എ ക്ലാസ് ലൈബ്രറി? നിങ്ങൾക്കൊരു ക്ലാസ് ലൈബ്രറി ഉണ്ടോ? ഓർ എ സ്കൂൾ ലൈബ്രറി, അല്ലെങ്കിൽ സ്കൂൾ ലൈബ്രറി ഉണ്ടോ? വിച്ച് കീപ്സ് മെനി ബുക്ക്. വളരെയധികം ബുക്കുകൾ കീപ്പ് ചെയ്യുന്ന അങ്ങനത്തെ ലൈബ്രറി ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ആൻസർ, യെസ്, വി ഹാവ് എ സ്കൂൾ ലൈബ്രറി വിച്ച് കീപ്സ് മെനി ബുക്സ് ആൻഡ് വി ക്യാൻ ബോറോ ബുക്സ് ഫ്രം ദയർ. അടുത്തത് 4, ടെൽ ദ ക്ലാസ് എബൌട്ട് യുവർ ഫേവററ്റ് സ്റ്റോറി ബുക്ക്. നിങ്ങളുടെ ഫേവററ്റ് സ്റ്റോറി ബുക്കിനെ പറ്റി പറയുക. ടോക്ക് അബൌട്ട് ദ ക്യാരക്ടർ യു ലൈക്ക് മോസ്റ്റ് ഇൻ ദ ബുക്ക്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണെന്നും പറയണം. ആൻസർ ഇങ്ങനെ പറയാം: മൈ ഫേവററ്റ് ബുക്ക് ഈസ് ടോം സോയർ ആൻഡ് ഐ ലൈക്ക് ദ മെയിൻ ക്യാരക്ടർ ടോം സോയർ. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്കിഷ്ടപ്പെട്ട ബുക്കിൻ്റെയും അതിലെ കഥാപാത്രത്തിൻ്റെയും പേര് പറഞ്ഞാൽ മതി. കേട്ടോ? അടുത്തത് ഫൺ ടൈമാണ്. ഫൺ ടൈം. ലെറ്റ് us പ്ലേ ബുക്ക് ചെയിൻ. നമുക്ക് ബുക്ക് ചെയിൻ ഒന്ന് കളിച്ചാലോ? ഫോം ഗ്രൂപ്പ്സ് ഓർ 5 or 6 ചിൽഡ്രൻസ് ഇൻ ദ ക്ലാസ്. നിങ്ങളുടെ ക്ലാസ്സിലെ 5 or 6 കുട്ടികൾ ചേർന്ന് ഓരോ ഗ്രൂപ്പ് ഉണ്ടാക്കണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സിറ്റ് ഇൻ സർക്കിൾസ്. ഓരോ ഗ്രൂപ്പ് ഒരു സർക്കിളായിട്ട് ഇരിക്കണം. ദ ഫസ്റ്റ് ചൈൽഡ് വിൽ ബിഗിൻ ദ ബുക്ക് ചെയിൻ ബൈ സേയിങ് ദ നെയിം ഓഫ് എ സ്റ്റോറി ബുക്ക്. അതിലെ ആദ്യത്തെ കുട്ടി തൻ്റെ കളി തുടങ്ങുമ്പം ആദ്യത്തെ പേര് പറയണം, ബുക്കിൻ്റെ പേര് പറയണം. നെക്സ്റ്റ് ചൈൽഡ് എക്സ്റ്റെൻസ് ദ ചെയിൻ ബൈ സേയിങ് ദ നെയിം ഓഫ് അനദർ ബുക്ക്. രണ്ടാമത്തെ കുട്ടി വേറൊരു ബുക്കിൻ്റെ പേര് പറയണം. ഇൻ ദിസ് വേ എ ബുക്ക് ചെയിൻ ഈസ് ഫോംഡ്. അങ്ങനെ ഒരു ബുക്ക് ചെയിൻ ഉണ്ടാവും. മനസ്സിലായില്ലേ? ദ മോർ ദ റൗണ്ട്സ് ദ ചിൽഡ്രൻ ക്യാൻ ഗോ ഫോർ. ഏറ്റവും കൂടുതൽ റൗണ്ട് ഇങ്ങനെ പറയാൻ പറ്റുന്നവർ, ഏറ്റവും കൂടുതൽ ബുക്കുകൾ അറിയാമെന്ന് പറയുന്ന ഗ്രൂപ്പ്, അവർക്കായിരിക്കും കൂടുതൽ റൗണ്ട്സ് കിട്ടുക. ദ മോർ റൗണ്ട്സ് ദ ചിൽഡ്രൻ ക്യാൻ ഗോ ഓൺ ഫോർ. ആ ഗ്രൂപ്പിന് കൂടുതൽ റൗണ്ട്സിൽ ഇങ്ങനെ കളിക്കാൻ പറ്റും. സി വിച്ച് ഗ്രൂപ്പ് മേക്സ് ദ ലോങ്ങസ്റ്റ് ബുക്ക് ചെയിൻ. അത് ഏറ്റവും കൂടുതൽ ദൈർഘ്യമേറിയ ചെയിൻ ആർക്കാണ് ഉണ്ടായെന്ന് നോക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, അവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ബുക്കിനെ പറ്റി അറിയാവുന്നത്. മനസ്സിലായില്ലേ? അങ്ങനൊരു കളി നിങ്ങൾക്ക് കളിക്കാവുന്നതാണ്. ലെറ്റ് us റൈറ്റ്. നമുക്ക് എഴുതാം. മേക്ക് വേർഡ്സ് ഫാമിലീസ്. നമുക്ക് വേർഡ് ഫാമിലീസൊക്കെ ഉണ്ടാക്കാം. ഫസ്റ്റ് വേർഡ് ഇൻ ഈച്ച് ഹാസ് ബീൻ റിട്ടൺ ഫോർ യു. ആദ്യത്തിൽ ഒരെണ്ണം നിങ്ങൾക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്. കണ്ട? വെൽ. WELL. വെൽ. വെൽ എന്ന് പറഞ്ഞാൽ കിണർ. രണ്ടാമത്തെ നോക്കിയേ, SHELL എന്ന് എഴുതാം. ഷെൽ. അടുത്തത് BELL ബെൽ. അടുത്തത് SPELL സ്പെൽ. അടുത്തത് TLL ടെൽ. വെല്ലെന്ന് പറഞ്ഞാൽ കിണറ്, ഷെല്ലെന്ന് പറഞ്ഞാൽ ശംഖിനൊക്കെയുള്ള കക്കായില്ല, ഇതിനാ. ശംഖ് ഒരു ഷെല്ലാണ്. ബെൽ മണി. സ്പെൽ സ്പെല്ലിങ്. ടെൽ പറയുക. അടുത്തത് TAIL ടെയിൽ വാല്. MAIL മെയിൽ. മെയിൽ എന്ന് പറഞ്ഞാൽ തപാലെന്നർത്ഥം. തപാലുരുപ്പടി എന്നൊക്കെ പറയാം. അടുത്തത് TRAIL ട്രെയിൽ. ട്രെയിൽ എന്ന് പറഞ്ഞാൽ കാലടിപ്പാത, ചവിട്ടടി എന്നൊക്കെ പറയാം. അടുത്തത് റെയിൽ. റെയിൽ എന്ന് പറഞ്ഞാൽ തീവണ്ടിപ്പാതയെന്നുകൊണ്ട് ഇരുമ്പ് കമ്പി കൊണ്ടുള്ള വേലിക്കും റെയിൽ എന്ന് പറയാം. റെയിൽ മീൻസ് തീവണ്ടിപ്പാത, അല്ല ഇരുമ്പ് കമ്പിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇരുമ്പ് വേലി. ഇതിനടുത്തത് SEEC കാണുക. THREE 3 എന്ന് പറഞ്ഞാൽ 3. BEE ബി എന്ന് പറഞ്ഞാൽ തേനീച്ച. TREE എന്ന് പറഞ്ഞാൽ ട്രീ മരം. അടുത്തത് OOK BOOK ബുക്ക്. LOOK ലുക്ക്.
ലുക്ക് എന്ന് പറഞ്ഞാൽ കാണുക. CROOK, ക്രൂക്ക്. ക്രൂക്ക് എന്ന് പറഞ്ഞാൽ കാപട്യം നിറഞ്ഞ. ഷൂക്ക്, SHOOK, ഷൂക്ക് കുലുക്കുക. ബ്രൂക്ക്, BROOK, ബ്രൂക്ക് അരുവി. അടുത്തത്, ലുക്ക് അറ്റ് ദി സെൻറ്റൻസ്. ഈ സെൻറ്റൻസ് ഒന്ന് നോക്കൂ. എ ലൈബ്രറി ഈസ് എ പ്ലേസ് വെർ ബുക്സ് ആർ കെപ്റ്റ്. ബുക്കൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തിനാണ് ലൈബ്രറി എന്ന് പറയുന്നത്. ഗ്രന്ഥാലയം എന്നും പുസ്തകശാല എന്നും ഒക്കെ പറയുന്നു. ദെൻ നൗ fill in the blanks after reading the sentences. ഈ fill in the blanks ആണ്. ഇതൊക്കെ വായിച്ചിട്ട് വേണം ഫില്ല് ചെയ്യാനായിട്ട്. 1, ആൻഡ് ഡാഷ് ഈസ് എ പ്ലേസ് വെർ എയ്റോപ്ലെയിൻസ് ആർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡ്. എയ്റോപ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നു, ലാൻഡ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരെന്നാ നമ്മൾ എയർപോർട്ട് എന്ന് പറയും, ഇല്ലേ? ഇനി ചെറിയ എയർപോർട്ടുകളെ നമുക്ക് എയറോഡ്രോം എന്നും പറയാം. അടുത്തത്, എ ഡാഷ് ഈസ് എ പ്ലേസ് വെർ ഫുഡ് ഈസ് കുക്ക്ഡ്. എ കിച്ചൺ ഈസ് എ പ്ലേസ് വെർ ഫുഡ് ഈസ് കുക്ക്ഡ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇല്ലേ? അടുക്കളയിലാണ് ഫുഡ് പാകം ചെയ്യുക, കിച്ചൺ. എ ഹോസ്പിറ്റൽ ഈസ് എ പ്ലേസ് വെർ സിക്ക് പീപ്പിൾസ് ആർ ടേക്കൺ കെയർ ഓഫ്. എ മാർക്കറ്റ് ഈസ് എ പ്ലേസ് വെർ യു ക്യാൻ ബൈ തിങ്സ്. മാർക്കറ്റിൽ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അടുത്തത്, എ സ്കൂൾ ഈസ് എ പ്ലേസ് വെർ ചിൽഡ്രൻ സ്റ്റഡി. കുട്ടികൾ പഠിക്കുന്ന സ്ഥലത്തിന് നമ്മൾ സ്കൂൾ എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.